നമസ്കാരം. ജീവിതത്തിൽ അച്ഛനും അമ്മയും എപ്പോഴും മക്കളുടെ ഉയർച്ച മാത്രമാണ് ആഗ്രഹിക്കുക. അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. മക്കളുടെ സങ്കടം, അവരുടെ വിഷമങ്ങൾ കണ്ടു നിൽക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ അവരുടെ ഉയർച്ചയ്ക്ക് മാതാപിതാക്കൾ ഏതറ്റം വരെയും പോകും. എന്നാൽ മാതാപിതാക്കൾക്ക് ചില മക്കളാൽ ശുഭകരമായ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഈ നക്ഷത്രത്തിലുള്ള പെൺകുട്ടികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ 2024 എന്ന പുതുവർഷത്തിൽ തീർച്ചയായും ആ വീട്ടിൽ ഉയർച്ച വന്നു ചേരും. ചില നക്ഷത്രക്കാരായ പെൺകുട്ടികൾ അവരുടെ അച്ഛന് 2024 എന്ന പുതുവർഷത്തിൽ സൗഭാഗ്യം നിറയ്ക്കുന്നവരാകുന്നു. അത്തരത്തിൽ അച്ഛന് സൗഭാഗ്യം നൽകുന്ന, പ്രത്യേകിച്ചും 2024 സൗഭാഗ്യം നൽകുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഏതൊരു പെൺകുട്ടിയും വീട്ടിലെ ലക്ഷ്മി തന്നെയാകുന്നു. എന്നാൽ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക്, പെൺകുട്ടികൾക്ക് മറ്റ് നക്ഷത്രക്കാരെക്കാൾ അല്പം ഭാഗ്യം കൂടുതൽ അച്ഛന് നൽകുന്നവരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർ സൗഭാഗ്യം നൽകില്ല എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. എന്നാൽ ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. എന്നിരുന്നാലും 80% നക്ഷത്രക്കാരും ഇത്തരത്തിൽ ഫലം നൽകുന്നവരാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് 2024 എന്ന പുതുവർഷത്തിൽ തീർച്ചയായും അച്ഛന് സൗഭാഗ്യം നിറയ്ക്കുന്ന നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാരായ പെൺകുട്ടികൾ. ഇവരുടെ അച്ഛന് പെട്ടെന്ന് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. പ്രധാനമായും തൊഴിൽപരമായ നേട്ടങ്ങളും ബിസിനസ് പരമായ നേട്ടങ്ങളും വന്നു ചേരുവാൻ സഹായകരമാണ് എന്ന് തന്നെ പറയാം. അതോടൊപ്പം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. അതേപോലെ വസ്തു, വീട് തുടങ്ങിയ കാര്യങ്ങളും നേടുവാൻ സാധ്യത കൂടുതലാണ് ഈ വർഷം എന്നുകൂടി മനസ്സിലാക്കുക. ഇവരുടെ ഭാഗ്യത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണ് എങ്കിൽ 2024 നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ദേവിയുടെ കടാക്ഷവും ഇവർക്കുണ്ട്. എന്നാൽ 2024 എന്ന പുതുവർഷത്തിൽ ഭരണി നക്ഷത്രക്കാർ തങ്ങളുടെ പിതാവിന്, അച്ഛന് വളരെയധികം നേട്ടങ്ങൾ നൽകുന്നവരായി മാറും. ഇവരുടെ ഭാഗ്യത്താൽ അച്ഛന് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ഒരു പരിധിവരെ അത്തരം പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായി തീരും. അതേപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാം. അതേപോലെ തന്നെ ഞെട്ടിക്കുന്നതായ ചില ഫലങ്ങൾ, പ്രധാനമായും ഇവർ ആഗ്രഹിക്കുന്ന വസ്തു, വീട്, വാഹനം എന്നീ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതേപോലെ തന്നെ ബിസിനസ് പരമായി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പല തടസ്സങ്ങളും നീങ്ങും. നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലിക്കുന്നതായി അനുഭവപ്പെടും. പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് ബഹുമാനം വർദ്ധിക്കും. ഇത്തരത്തിൽ നിരവധിയാർന്ന ഫലങ്ങൾ ഭരണി നക്ഷത്രക്കാരായ പെൺകുട്ടികളുടെ ഭാഗ്യത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. മകീര നക്ഷത്രക്കാരായ പെൺകുട്ടികളും 2024 എന്ന പുതുവർഷത്തിൽ അച്ഛന് മഹാഭാഗ്യം കൊണ്ടുവരുന്നവരാകുന്നു. അച്ഛന് പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും. അത് ഇവരുടെ കൂടെ ഭാഗ്യത്താലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ ഇവർ ഈ സമയം ശരിയായ രീതിയിൽ പരിശ്രമിക്കുകയാണ് എങ്കിൽ ഭാഗ്യം ഇവർക്ക് അനുകൂലമായി തീരും. ഏത് കാര്യം ജീവിതത്തിൽ ചെയ്യുകയാണ് എങ്കിലും അതിൽ വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ വിജയസാധ്യത വർദ്ധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അതേപോലെ തന്നെ ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും വാങ്ങുവാൻ, നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ
നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യം നിറയ്ക്കുന്ന ഒരു സമയമാണ് ഇത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ അച്ഛന് സൗഭാഗ്യം നൽകുന്ന ഈ പെൺകുട്ടികൾ വളരെയധികം നേട്ടങ്ങൾ അച്ഛന് നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യവും തീർച്ചയായും ചെയ്യുക. ഈ വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ നേടിയെടുക്കുവാനും സാമ്പത്തികപരമായും അല്ല കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. പുണർദം നക്ഷത്രക്കാരും തങ്ങളുടെ അച്ഛന് 2024 എന്ന പുതുവർഷത്തിൽ സൗഭാഗ്യം നിറയ്ക്കുന്നവരായി മാറും. അച്ഛൻ്റെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ ഭാഗ്യത്താൽ അച്ഛന് പല കാര്യങ്ങളും അനുകൂലമായി തീരും. പ്രധാനമായും സാമ്പത്തികപരമായ കാര്യങ്ങളും തൊഴിൽ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാവുക, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തിൽ ഭാഗ്യം തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. തൊഴിൽ മേഖലയിൽ വന്നു ചേരുന്ന സൗഭാഗ്യം അവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കും കാരണമായി മാറും. ആഗ്രഹിച്ച പല കാര്യങ്ങളും, പ്രധാനമായും വസ്തു, വീട്, വാഹനം, അത്തരത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ക്ലേശങ്ങളുണ്ട് എങ്കിലും ഒരുവിധം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ തങ്ങളുടെ അച്ഛന് വളരെയധികം സൗഭാഗ്യം നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യം മറക്കാതെ ചെയ്യേണ്ട ഒന്ന് തന്നെയാകുന്നു. തിരുവോണ നക്ഷത്രക്കാരും തങ്ങളുടെ അച്ഛന് 2024 ഏറ്റവും ശുഭകരമായി മാറ്റും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. തിരുവോണ നക്ഷത്രക്കാരായ പെൺകുട്ടി വീട്ടിലുണ്ട് എങ്കിൽ ആ പെൺകുട്ടിയുടെ സൗഭാഗ്യത്താൽ അച്ഛന് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് സൗഭാഗ്യങ്ങൾ വന്നു നിറയും. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ജോലി, അതേപോലെ തന്നെ വസ്തു, വീട്, വാഹനം, അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായി 2024 മാറും. നിങ്ങളുടെ ഭാഗ്യവർഷമായി തന്നെ മാറും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉയർച്ച കർമ്മ മേഖലയിലും അതേപോലെ തന്നെ ഇവരുടെ പ്രവൃത്തി മണ്ഡലത്തിലും വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം വർദ്ധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. ഇവർ ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും അതിൽ പ്രശസ്തി നേടുവാനും അതേപോലെ തന്നെ ഇരട്ടിയായി തന്നെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനും സഹായകരമായി തീരുന്ന വർഷം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഇവർക്കും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ചയാകുന്നു. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാകുന്നു. ചിത്തിര നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് അച്ഛന് സൗഭാഗ്യം നിറയ്ക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ എന്ന കാര്യമാകുന്നു. 2024 ഇത്തരത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ അച്ഛന് സംഭവിക്കുന്നതാണ്. പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾ, തൊഴിലിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മനസ്സിന് സന്തോഷം പകരുന്ന നിരവധിയാർന്ന കാര്യങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. പ്രധാനമായും അച്ഛന് തൊഴിൽപരമായ നേട്ടങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, അത് വസ്തു, വീട്, വാഹനം തുടങ്ങിയ പല കാര്യങ്ങളും വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അല്ലെങ്കിൽ തൊഴിൽ മേഖലയ്ക്ക് അനുകൂലമായ പല കാര്യങ്ങളും ഇരട്ടിയായി ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനാൽ ഭാഗ്യം വർദ്ധിക്കുന്ന ഒരു സമയമായി മാറും. ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും ആ കാര്യങ്ങളിൽ ഭാഗ്യം അനുകൂലിക്കുന്നതാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഒരുവിധം ഇത്തരം പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. അത്തരത്തിൽ അച്ഛന് വളരെയധികം സൗഭാഗ്യം നിറയ്ക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് 2024 സാധിക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാകുന്നു. ചതയം നക്ഷത്രക്കാരായ പെൺകുട്ടികൾ തങ്ങളുടെ അച്ഛന് സൗഭാഗ്യം നിറയ്ക്കുന്ന ഒരു വർഷമാണ് 2024. ഈ വർഷത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ വന്നു ചേരും.
സാമ്പത്തികപരമായ ഉയർച്ച, അതേപോലെ തന്നെ തൊഴിൽപരമായും കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ടും വളരെയധികം ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കും. അത് വീട്, വാഹനം, വസ്തു, അത്തരത്തിൽ പല കാര്യങ്ങളും ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇവർക്ക് ഭാഗ്യം അനുകൂലിക്കുന്നതാകുന്നു. ഭാഗ്യം അനുകൂലിക്കുന്നതിനാൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ ഇവർക്ക് സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ലാഭങ്ങൾ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ലാഭം വന്നു ചേരും. നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കുന്ന അവസരങ്ങൾ പോലും ഇവർക്ക് വന്നു ചേരും. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സാമ്പത്തികപരമായും അതല്ല മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്നതുമായ നിരവധിയാർന്ന കാര്യങ്ങൾ 2024 ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് കുടുംബത്തിലും പ്രതിഫലിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാരും തങ്ങളുടെ അച്ഛന് സൗഭാഗ്യം നിറയ്ക്കുന്നവരാണ് എന്ന കാര്യം ഓർക്കുക. അച്ഛനും അതേപോലെ തന്നെ വീട്ടിലും ഇത്തരത്തിൽ സൗഭാഗ്യം നിറയ്ക്കുവാൻ ഇവർക്ക് സാധിക്കും. അതിനാൽ അച്ഛന് പ്രധാനമായും തൊഴിൽപരമായും അല്ലാതെയും നേട്ടങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും അനുകൂലമായി തീരും. പ്രശസ്തി വർദ്ധിക്കുന്നതാകുന്നു. കലാ കായിക മേഖലകളിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും ഭാഗ്യം അവർക്ക് അനുകൂലമായി തീരും. അതിനാൽ ഇരട്ടി ഫലങ്ങൾ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അതേപോലെ തന്നെ പല കാര്യങ്ങളും വാങ്ങുവാൻ, പ്രധാനമായും വസ്തു, വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ഇവർക്ക് സഹായകരമായി തീരും. അല്ലെങ്കിൽ തൊഴിൽപരമായുള്ള കാര്യങ്ങൾ വാങ്ങി അത് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുവാൻ ഇവർക്ക് സാധിക്കും. പ്രധാനമായും ഈ നക്ഷത്രക്കാരാണ് 2024 അച്ഛന് സൗഭാഗ്യം നിറയ്ക്കുന്ന നക്ഷത്രക്കാർ.